പറഞ്ഞ് നൂറയുടെയും അനുമോളുടെയും ഒക്കെ ക്യൂട്ട്നെസ് ഉണ്ടായതുകൊണ്ടാണ് അവർ ഇവിടം വരെ പിടിച്ചു നിന്നേന്ന്. എന്നാൽ ക്യൂട്ട്നെസ് കുറച്ചെങ്കിലും വാരി തൂവി കാണിച്ചിട്ട് ബിഗ് ബോസിന്റെ അടുത്തൊന്ന് പറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് നിർത്തുമോ എന്ന് പറയാൻ വേണ്ടിയിട്ട് രണ്ട് കൊമ്പൊക്കെ കെട്ടി മഞ്ഞ ഉടുപ്പൊക്കെ ഇട്ട് എന്തൊക്കെയോ കുറച്ച് ക്യൂട്ട്നെസ് വാരി വിതറിക്കൊണ്ട് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിക്ക് റെഡി ആയിരിക്കുകയാണ് ബെൻസേ, ആർജെ ബെൻസേ. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു സീസണിൽ എനിക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കമന്റും പറയാൻ തോന്നിയിട്ടില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ആർജെ ബെൻസി. റീ എൻട്രിക്ക് ശേഷം ഇതൊക്കെ ഇത്രയും വലിയ വിഷമായിരുന്നോ എന്ന്, കാരണം വെച്ചാൽ ഗെയിം അല്ല ഇപ്പൊ നടക്കുന്നത്. ആർജെ ബെൻസി ഉൾപ്പെടെ ഈ റീ എൻറ്റർ ചെയ്തിട്ടുള്ള ഓരോ വ്യക്തികളുടെയും അവരുടെ ഒരു സ്വഭാവം ഇപ്പൊ കാണാം. മാനസികമായിട്ട് അവർ സ്ട്രെസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, സൈബർ ബുള്ളിങ് അവർ അനുഭവിച്ചു എന്ന് പറയുന്നത് കൊണ്ടായിരിക്കാം. എനിവേ ഇതിനകത്ത് തിരിച്ചു വന്ന് കാണിക്കുന്നത് എല്ലാം മോശമാണ്. അപ്പോൾ ആർജെ ബെൻസി ഈ പറയുന്ന മോർണിംഗ് ആക്ടിവിറ്റിയുടെ കേസ് വരുന്ന സമയം തൊട്ടേ ഇങ്ങനെ പറയുന്നുണ്ട്, അനുമോളെ കുറിച്ച് തന്നെ പറയാണ്, സൈബർ ബുള്ളിങ് എങ്ങനെ ഇരിക്കും എന്നൊക്കെ അവിടെ ചോദിച്ചു പോലോ എന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആർജെ ബെൻസി പറയാണ്. അപ്പോഴാണ് മോർണിംഗ് ആക്ടിവിറ്റിയുടെ കാര്യം വരുന്നത്. മോർണിംഗ് ആക്ടിവിറ്റി വേറൊന്നുമല്ല, ഇപ്പോൾ ഉള്ള ഈ പറയുന്ന 6 പേർക്ക് ഒരു വിഷ് പറയാൻ വേണ്ടിയിട്ടാണ്. ഇവരെല്ലാവരും അവരെ ആശംസിക്കുന്ന ഒരു മോർണിംഗ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ വന്നവർക്കാണ് ഈ പറയുന്ന ആക്ടിവിറ്റി ഉള്ളത്. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും കൂടെ ആ ഒരു ഗാർഡൻ ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കും ബിൻസി പിന്നീടുത്ത് പറയാണ്, ഞാനാണെങ്കിൽ എൻ്റെ വീഡിയോ ഇടുമ്പോഴെല്ലാം എല്ലാവരും പറയുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടെന്ന്. പിന്നെ ആണെങ്കിൽ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ എല്ലാ വീഡിയോക്കകത്തും ബിഗ് ബോസിനെ കുറിച്ച് പറയുമ്പോൾ അതെല്ലാം കൂടെ നിങ്ങൾ ബിഗ് ബോസിൽ ഇറങ്ങിയില്ല, ഇപ്പോഴും ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനെന്ന് പറഞ്ഞ് കമന്റ് വരുമെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബിഗ് ബോസിന്റെ കാര്യങ്ങൾ ഞാൻ എന്തായാലും ഞാൻ ബിഗ് ബോസിൽ വന്നു, അപ്പൊ എനിക്ക് ബിഗ് ബോസ് ഞാൻ ഇനി എപ്പം വീഡിയോ ഇട്ടാലും ഞാൻ അങ്ങനെ തന്നെ ഇടത്തുള്ളൂ, പിന്നെ ഞാൻ ബിഗ് ബോസിൽ വന്നെന്ന് പറയണ്ടേ, പറഞ്ഞാലേ അറിയത്തോളൂ ബിൻസി, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് മറന്നു പോകും. കാരണം ആദ്യത്തെ 2 ആഴ്ച 3 ആഴ്ച കണ്ടല്ലേ ഉള്ളായിരുന്നു, അത് കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഫാമിലിയുടെ ഒപ്പമുള്ള ഒരു വീഡിയോ ഇട്ടാൽ പോലും അതിന്റെ താഴെ വന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കമന്റ്സുകളാണ്. അതിന്റെ കൂടെ നല്ല അസൂയുണ്ടല്ലേ അനുമോളോട് എന്ന് ചോദിച്ചിട്ട് വേറെ കുറെ കമന്റ്സുകൾ വരും. ശരിക്കും പറഞ്ഞാൽ ബിൻസിക്കും ശൈത്യക്ക് പിന്നെ അസൂയയുടെ കാര്യമല്ല, ശൈത്യക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലതായിട്ട് ഇവിടുന്ന് എവിക്റ്റായി ഒരു നല്ല പേര് കിട്ടണം. കാരണം ഓൾറെഡി ഒരു പ്രീവിയസ് ഒരു റിയാലിറ്റി ഷോയിൽ അങ്ങേയറ്റം നെഗറ്റീവായ വ്യക്തിയാണ് ശൈത്യയുടെ അമ്മയും. നമ്മൾ ഈ ഇമോഷണലി ഭയങ്കര വീക്കായിട്ടുള്ളവരൊക്കെ അവർക്ക് കിട്ടുന്ന അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ അവർ ഭയങ്കരമായിട്ട് അങ്ങ് സീരിയസ് ആയിട്ട് എടുക്കും. എല്ലാം നോക്കി ഓക്കെ ഇങ്ങനെ ആയിരിക്കും, ഇത് ഇങ്ങനെ അവർ ചിന്തിക്കുന്നു, അയ്യോ അവരെന്താ അങ്ങനെ ചിന്തിക്കുന്നത്, ഞാൻ അങ്ങനെയല്ലല്ലോ, അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടും. ശരിക്കും പറഞ്ഞാൽ സൈബർ ബുള്ളിങ് എന്നല്ല പറയേണ്ടത്, അതൊരു എന്ത് കമന്റ്സ് വന്നാലും. ഇപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ ശരിക്കും കമന്റ്സ് ഉണ്ട്, പോസിറ്റീവ്സ് ഉണ്ട്, നെഗറ്റീവ്സ് ഉണ്ട്, നിനക്കൊന്നും വേറെ പണിയില്ലേ എന്ന് വരെ ചോദിക്കുന്ന കമന്റ്സ് ഉണ്ട്. പക്ഷേ അവര് വേറെ പണിയില്ലേന്ന് പറഞ്ഞിട്ട് അയ്യോ വേറെ പണിയില്ലെന്ന് ചോദിച്ചു എന്നാൽ നാളെ തൊട്ട് ഞാനിത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്കാണ് ബുദ്ധിമുട്ട്. എനിക്കിത് ചെയ്യണം, എനിക്കിത് ചെയ്താലല്ലേ എൻ്റെ ലൈഫ് മുന്നോട്ട് പോകത്തുള്ളൂ. ഇതൊക്കെ ഒരു തൊഴിലാണ്, അത് പ്രൊഫഷനാണ്. ആ പ്രൊഫഷനിൽ ഇപ്പം ഇതിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരു വർക്ക് ഒരു കോണ്ടന്റ്, ഞാനൊരു റൈറ്ററാണ്, അപ്പോൾ ഞാൻ എന്ത് എഴുതി കൊടുത്താലും ചിലപ്പോൾ ഒരു 10-100 വട്ടം ഇത് പറ്റത്തില്ല, കൊള്ളത്തില്ല. നമുക്കറിയാം ഇത് കൊള്ളാമെന്ന്, അത് നമുക്കിടെ തോന്നലാണ് ഇത് കൊള്ളാമെന്ന്, അവർക്ക് ആ തോന്നൽ വന്നില്ലല്ലോ. അപ്പൊ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മള് ഞാൻ എഴുതിയത് കൊള്ളാം, നീ ഇതങ്ങ് സഹിച്ചു, അത് പറ്റത്തില്ലല്ലോ, നമ്മളത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പം ഈ ലക്ഷ്മി പറഞ്ഞതുപോലെ തോൽവി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ കിടന്ന് എന്തൊക്കെയോ ചെയ്യാണ്. അപ്പോൾ ബിൻസിയുടെ കാര്യത്തിലേക്ക് വരാം. ബിൻസി അവിടെ ഈ പറയുന്ന കാര്യം പറയുന്ന സമയത്ത് ബിഗ് ബോസ്, അതായത് അനുമോളോട് അസൂയ ഉണ്ടായതുകൊണ്ടല്ലേ ഈ കിടന്ന് കാണിക്കുന്നതെന്നൊക്കെയുള്ള രീതിയിൽ എന്ന് വെച്ചാൽ ഫുള്ള് ബിൻസി ഈ പുറത്ത് വന്നിട്ട് അനുമോൾക്ക് PR ഉണ്ട് അതുകൊണ്ട് ഞാൻ കാശൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, അനുമോൾക്ക് കാശുണ്ടായതുകൊണ്ടാണ് അനുമോൾ നിൽക്കുന്നത്. അനുമോള് മാത്രമല്ല, നിങ്ങൾ തന്നെ ആലോചിച്ചു ഷാനവാസിന്റെ കാര്യം. ഷാനവാസ് വലിയ വഴക്കിനകത്തൊന്നും പോയിട്ടില്ല. ഷാനവാസ് കുറെ അധികം ഷോ ഒക്കെ കാണിച്ച് ഭയങ്കര ഹീറോ പരിവേഷമൊക്കെ കാണിച്ച് ഒരു കാര്യത്തിലും ഷാനവാസ് അധികം ഇടപെട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാനിപ്പുലേറ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു കഴിവായിരുന്നു ഷാനവാസിന്. എല്ലാവരെയും കൺവിൻസ് ചെയ്യാനുള്ള ഒരു കഴിവും ഷാനവാസിനുണ്ടായിരുന്നു. അതിനപ്പുറം ഷാനവാസ് ഒരു നല്ല ഗെയിമർ അല്ല. പക്ഷെ ഷാനവാസ് നിലനിൽക്കുന്നില്ലേ? കാരണം ആ പുള്ളിക്കാരന് ഈ പറയുന്ന ഒരു മിനി സ്ക്രീൻ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഹൈപ്പ് ഉണ്ട്. ഷാനവാസിന് ജെനുവിൻ ആയിട്ടുള്ള കുറെ അധികം ഒരു ഓഡിയൻസ് ഉണ്ട്, ഓഡിയൻസ് സപ്പോർട്ട് ഉണ്ട്. അല്ലാതെ PR കൊണ്ടൊന്നും അല്ല ഷാനവാസ് ഇത്രയും എത്തിയത്. PR ഉണ്ടായിരിക്കാം, ഉറപ്പായിട്ടും ഷാനവാസിനും PR ഉണ്ട്. പക്ഷെ അതിനപ്പുറം ഷാനവാസിന് ഉണ്ടായിട്ടുള്ള ഓൾറെഡി ഉള്ള ഷാനവാസിനെ അറിയാവുന്ന, ഇപ്പൊ ബിഗ് ബോസിൽ ഷാനവാസ് പോയി, രുദ്രൻ പോയി എന്നുള്ളൊരു വാക്കുണ്ട്. അപ്പോൾ അതിനേക്കാൾ എത്രയോ മടങ്ങ് അനുമോളെ ആൾക്കാർക്കറിയാം.
ഈ പറയുന്ന മിനിസ്ക്രീൻ ഇൻഡസ്ട്രിയിൽ ഈ പറഞ്ഞ TV കണ്ട് ഈ സിറ്റ്കോം പോലെയുള്ള പ്രോഗ്രാംസുകളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അനുമോളെ അറിയാം. അപ്പൊ ജെനുവിൻലി അനുമോൾക്ക് ഓൾറെഡി ഒരു ഫാൻ ബേസ് ഉണ്ട്, ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ ബിൻസി ഉൾപ്പെടെയുള്ള ആൾക്കാർ അനുഭവിക്കുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് അവർക്ക് ഉണ്ടാക്കിയെടുക്കണം. ബിൻസിയെ നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു, ഓൾമോസ്റ്റ് ഈ പറഞ്ഞ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ആർക്കും അറിയത്തില്ല. പക്ഷെ അവർ ബിഗ് ബോസിൽ വന്നതിന് ശേഷം അവർ ഈ പറയുന്ന കണക്ക് റിയാലിറ്റി ഷോയിലൊക്കെ വന്ന് മത്സരിച്ച് ഒരു നല്ല മിടുക്കിയാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം കുറെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു ആർജയാണ് അവര്. അതിനപ്പുറം നമുക്ക് ഈ പറയുന്ന ഒരു ഫാൻ ബേസ് കൊടുക്കാൻ ബിൻസിക്ക് ആരും ഉണ്ടായിട്ടില്ല. അപ്പൊ അതാണ് ചിന്തിക്കേണ്ടത്. ഇവരിതൊന്നും ചിന്തിക്കുന്നില്ല. ഇവര് PR ഇനിയിപ്പോ അനുമോൾക്ക് കിട്ടണ്ട എന്നുവെച്ചാൽ മറ്റൊരു സ്ത്രീക്ക് കിട്ടേണ്ടതാണോ അവർ ചിന്തിക്കുന്നത്, അനുമോൾക്ക് കിട്ടേണ്ടതാണോ ചിന്തിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഏതായാലും അവസാനം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു ബിൻസി. അപ്പോഴത്തേക്കും ബിൻസി പേടിച്ച്. ബിൻസിക്ക് ആ ഒരു കുഴപ്പമുണ്ട് കേട്ടോ, ബിൻസിക്ക് ബിഗ് ബോസിനെ നല്ല പേടിയാ. ബിഗ് ബോസ് ബിൻസി എന്ന് വിളിക്കുമ്പോഴേ ബിൻസിയുടെ ഒന്ന് പേടിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് ഇതല്ലാതെ വേറൊന്നും പറയാനില്ലേ? ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നത്? എന്തിനാണ് എന്തൊക്കെ ഡിസ്കഷനാണ് ബിൻസി? ഇന്ന് നിർത്ത്, മതി, കുറെ ആയി ഞാൻ കേട്ട് മടുത്ത് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞതെന്ന് തോന്നുന്നു. അതേ കണക്ക് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിന് കുറച്ച് ക്യൂട്ട്നെസ് ഇട്ട് കാണിക്കുന്ന കണക്ക് വന്ന് കളിച്ചും ചിരിച്ചും ഒക്കെ വന്ന് ഇരിപ്പുണ്ട് ഫ്രണ്ടില്. പക്ഷെ ഇപ്പൊ മോർണിംഗ് ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പൊ നോക്കിയിട്ട് വരാം. അപ്പോൾ സീരിയൽ ഗ്രാമം നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ പോയി വരാം. ബൈ.